അതായത് ഏകദേശം എനിക്കൊന്ന് ഏകദേശം 2021 സമയത്ത്, അതായത് നമ്മുടെ കോവിഡ് ടൈമിൽ ഞാൻ ഒരു കൊറിയൻ സീരീസ് ഞാൻ കണ്ടു തുടങ്ങുന്നു. ആദ്യത്തെ ഒരു 3-4 എപ്പിസോഡ് ഞാൻ ഇങ്ങനെ കാണുന്നു. എനിക്ക് കുഴപ്പമില്ലാത്ത എപ്പിസോഡുകൾ, വലുതായിട്ട് എനിക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഓക്കെ, ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറെന്നോ ഒരു സൈക്കോ ത്രില്ലറെന്നോ എന്ന രീതിയിൽ കണ്ടുപോകാൻ പറ്റുന്ന ഒരു സീരീസ് ജസ്റ്റ് കണ്ടുപോയി. എന്നാൽ എനിക്കിടയ്ക്കത് അവിടെ വെച്ച് നിർത്തണം എന്നൊക്കെ തോന്നിയതാണ്. പക്ഷെ എന്തോ ഞാൻ അതങ്ങ് കണ്ടിന്യൂ ചെയ്ത് കണ്ടു. എന്നാൽ ഞാൻ അത് നിർത്തിയിരുന്നെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 5 സീരീസിന്റെ ലിസ്റ്റ് എടുത്താൽ അതിൽ വരുന്ന ഒരു പേരാവേണ്ടിയിരുന്ന സീരീസ് ഞാൻ അന്ന് മിസ് ചെയ്തേനെ. വേറെ ഒന്നല്ല, ഞാൻ പറഞ്ഞു വരുന്നത് 2021 റിലീസായ കൊറിയൻ സീരീസായ മൗസ് എന്ന സീരീസിനെ കുറിച്ചാണ്. നഗരത്തിൽ നടക്കുന്ന സീരിയൽ കൊലപാതകങ്ങളും അതിന് പിന്നിലെ സൈക്കോപാത്തായ കൊലയാളികളെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്ന ഒരു പോലീസുകാരൻ ആ ഒരു ഡിറ്റക്റ്റീവ്. ആ ഡിറ്റക്റ്റീവിനോടൊപ്പം നമ്മുടെ നായകനും ചേരുന്നു. അതാണ് ഈ പടത്തിന്റെ കഥ. അല്ല, ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞാൽ കുറച്ച് ദേഷ്യക്കാരനായ ഒരു ഡിറ്റക്റ്റീവ്. ഏകദേശം സീരീസ് തുടങ്ങി അതിന്റെ പകുതി ആകുമ്പോഴത്തേക്ക് അതിന്റെ കില്ലറെയൊക്കെ കണ്ടുപിടിക്കുന്നു. അപ്പൊ നമ്മൾ വിചാരിക്കും പിന്നെ എന്താണ് ഇതിന് കഥ ബാക്കിയുള്ളത്, കില്ലറെ കിട്ടിയില്ലേ. പക്ഷേ അവിടെ ആ സീരീസ് തുടങ്ങുന്നത് എൻഡ് ഈസ് ദ ബിഗിനിങ് എന്ന് പറയുന്നത് പോലെ അവിടെ നിന്നാണ് അക്ഷരത്തെ സീരീസ് മുമ്പോട്ട് പോകുന്നത്. എനിക്ക് ആ സീരീസിന്റെ ക്ലൈമാക്സ് എനിക്ക് ഒരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. എനിക്ക് കുറച്ച് ദിവസം മനസ്സിൽ ആ സീരീസ് കിടന്നു. എനിക്ക് ആ പ്രോപ്പർ എൻഡിങ്ങിന് ശേഷം അവർ ഫില്ലർ പോലെ അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് 2 എപ്പിസോഡ് കൂടി ഇറക്കിയിട്ടുണ്ട്. അത് ഞാൻ അന്ന് കണ്ടിരുന്നു. പക്ഷെ എനിക്ക് ആ എൻഡിങ്, അതായത് സീരീസിന്റെ ഒരു പ്രോപ്പർ ആയിട്ട് എൻഡിങ് അവർ തന്നിരുന്നു. ആ എൻഡിങ് തന്നെയാണ് എനിക്ക് ഏറ്റവും മികച്ചതായിട്ട് തോന്നിയത്. അപ്പൊ മാക്സിമം ഈ സീരീസ് കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കാണാൻ ശ്രമിക്കുക. അതായത് സീരിയൽ കില്ലിങ്ങും കൊലപാതകങ്ങളും അത് അന്വേഷിക്കുന്ന ടൈപ്പ് പഴയത് ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായി ഇത് കണ്ടിരിക്കണം. എനിക്കൊന്ന് അതിനുശേഷം ഞാൻ ഇത്രയും ഇൻട്രസ്റ്റിംഗ് മികച്ചതായിട്ട് ഞാൻ വേറൊരു സീരിയൽ കില്ലിംഗ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ഞാൻ വേറെ ലാംഗ്വേജിലും കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല. മാക്സിമം ഇതെല്ലാവരും കാണാൻ ശ്രമിക്കുക. കണ്ടിട്ട് ഇതിന്റെ അഭിപ്രായങ്ങൾ കമന്റ് രേഖപ്പെടുത്തുക.